അവിടെയാണ് ഇടതും വലുതും ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ 2 സൂപ്പർവൈസർമാരുണ്ട്. അപ്പോൾ ഈ വർഷം വളരെ തിരക്ക് കൂട്ടിയിട്ടാണ് ഈ ഒരു പരിപാടി അല്ലേ, പോഷകാഹാര മാസാചരണം നമ്മൾ ഇന്ന് ഇവിടെ നടക്കുന്നത്. പഞ്ചായത്ത് തലത്തിൽ, വാർഡ് തലത്തിലും അംഗൻവാടി തലത്തിലൊക്കെ നടത്തി കഴിഞ്ഞു. നിങ്ങളൊക്കെ നടത്തി, ഞാനൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഓരോ ഭാഗത്ത് ഓരോ പരിപാടികളൊക്കെ അമ്മമാരും അവിടെയുള്ള LMC കമ്മിറ്റി അംഗങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് ഇവിടെ പഞ്ചായത്ത് തല പോഷന്മ എന്നുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വൈസ് പ്രസിഡന്റും സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു പരിപാടിയാണ് പോഷന്മ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പരിപാടി. പോഷകാഹാരങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും അത് ഇല്ലാതിരിക്കുന്ന അതിൽ നിന്ന് വിട്ടുപോകുന്ന ജനങ്ങളെല്ലാം വിട്ടുപോകുന്ന ഒരു അവസ്ഥയെ നമുക്കറിയാം. അത് ഞാൻ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. പഴയ കാലത്തൊക്കെ പട്ടിണി കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളല്ല ഇന്നുണ്ടാകുന്നത്. ഇന്ന് പുതിയ രോഗങ്ങളാണ് വരുന്നത്. പോഷക മൂല്യങ്ങൾ അല്ലെങ്കിൽ പോഷക കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങൾ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആരും പട്ടിണി അടക്കുന്നൊന്നുമില്ല അല്ലേ, നമുക്കറിയാം. പക്ഷെ ആ ഒരു ശീലം, പോഷകമൂല്യങ്ങൾ അടങ്ങിയ സമീകൃത ആഹാരം കഴിക്കേണ്ട സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിനുള്ള അവസ്ഥകൾ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ വാർഡ് തലത്തിലും അതുപോലെ അംഗൻവാടി തലത്തിലും അംഗൻവാടി ടീച്ചർമാരുടെയും LMC കമ്മിറ്റിയുടെയും ഒരു സഹായത്തോടു കൂടി നമുക്ക് പഞ്ചായത്തിൽ കിട്ടുന്ന പദ്ധതി വിഹിതം മാത്രമല്ലാതെ LMC കമ്മിറ്റി അങ്ങോട്ട് കൂടി ആലോചിച്ചുകൊണ്ട് നമ്മൾ വളരെ സജീവമായിട്ട് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിക്കേണ്ട, ഞാൻ അന്ന് വിശദീകരിച്ച് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് LMC കമ്മിറ്റി സജീവമാണ് അംഗൻവാടിയിൽ. അംഗൻവാടിയുടെ ഏത് പ്രവർത്തനങ്ങളും ഏത് കാര്യങ്ങളിലും സജീവമായിട്ട് ടീച്ചർ ഉൾപ്പെടെയുള്ളവർ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരുപാട് അതുകൊണ്ടുണ്ടാകുന്ന, ഇപ്പൊ പഴയ കാലം പോലെ ഉണ്ടാവും. അംഗൻവാടി എന്ന് പറഞ്ഞാൽ ബേസാണ് അല്ലേ, ഒരു സർക്കാരിന്റെ ബേസ് എന്നുള്ള ഒരു സർക്കാർ സ്ഥാപനമാണ് അംഗൻവാടി. അപ്പൊ അംഗൻവാടി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് നിർദ്ദേശങ്ങൾ, ഒരുപാട് സർക്കുലറൊക്കെ വരുന്നുണ്ടെങ്കിലും എത്ര കണ്ട് നന്നാക്കാൻ കഴിയുന്നു എന്നുള്ളതിന്റെ നന്നാക്കാൻ കഴിയുക എന്നുള്ളതിന് അത് നമ്മുടെ പഞ്ചായത്തിലെ 40 അംഗൻവാടിയിൽ 41 അംഗൻവാടി ഉൾപ്പെടെ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ആ 41 അംഗൻവാടിയിലെ ടീച്ചേഴ്സും അവിടെയുള്ള എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ നല്ല ഒരു നിർദ്ദേശം നിങ്ങൾ തന്നാൽ മതി. അത് നല്ല രീതിയിൽ നടത്താൻ നമ്മുടെ അംഗൻവാടി ടീച്ചർമാരുണ്ട്, അവിടെ ഹെൽപ്പർമാരുണ്ട്, LMC കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിലുപരി നിങ്ങൾ എന്ത് വേണം, അവിടെയുള്ള അമ്മമാരെയും അവിടെയുള്ള പാലൂട്ടുന്ന അമ്മമാരുടെയും അവിടെയുള്ള കൗമാരപ്രായക്കാരെയും അവിടെയുള്ള കുട്ടികളെയും പ്രീ സ്കൂൾ കുട്ടികളെയും അവിടെയുള്ള വയോജനങ്ങളെയും അവിടെയുള്ള അതേപോലെ പാലിയേറ്റീവായിട്ട് ബന്ധപ്പെട്ടുള്ളവരൊക്കെ ഇടപെട്ടുകൊണ്ട് അംഗപരിമിതിയിലൊക്കെ ഇടപെട്ടുകൊണ്ട് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും അതെല്ലാം കൃത്യമായ രീതിയിൽ ചെയ്യാൻ നമുക്ക് കഴിയണം ഇനി മുതൽ. അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അംഗൻവാടി കൊണ്ടുണ്ടാകുന്ന ആ ഒരു ഗുണം, അംഗനവാടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗുണം കൊണ്ട് നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകളും ഈ ഒരു പരിപാടി നടന്നുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട ടീച്ചർമാരെ, അമ്മമാരെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഇന്നൊരു ദിവസത്തിന്റെ പ്രത്യേകതയ്ക്ക് പറയാനുള്ളത്. നമ്മളൊക്കെ എത്ര തന്നെ ശ്രമിച്ചാലും ഇന്നൊക്കെ നമുക്കറിയാം, പാലൂട്ടുന്ന അമ്മമാരുടെയൊക്കെ ടീച്ചേഴ്സിനൊക്കെ അധികം അറിയാൻ പറ്റും. അംഗനവാടികൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ആ ഒരു നമ്മളൊരു വിശകലനം നടത്തി കഴിഞ്ഞാല് കുട്ടികൾക്ക് ഫീഡിങ്ങിന് പാലില്ലാത്ത അമ്മമാരാണ് പുതിയ തലമുറയുള്ള കുട്ടികൾ. ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് ഫീഡിങ്ങിന് പാലില്ലാണ്ടാവുന്ന ഒരു അവസ്ഥ അവരുടെ പോഷകാഹാര കുറവ് തന്നെയാണ്. പണ്ട് കാലങ്ങളിലൊന്നും അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊന്നും നമ്മുടെ കാഴ്ചപ്പാട് എവിടെയെങ്കിലും വിരലിൽ എണ്ണാവുന്നത് മാത്രമേ കേൾക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അസുഖങ്ങളാണെങ്കിലും മാരകമായ അസുഖങ്ങൾ, അതുപോലെ ഈ കുട്ടികളുടെ വിളർച്ച വരുന്ന കുട്ടികൾക്ക് അവർക്ക് ആരോഗ്യക്കുറവ്, നമുക്കിപ്പോ നമ്മുടെ ഈ അഡോൾസന്റ് കുട്ടികളെയൊക്കെ നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. വെയിറ്റ് കുറവ്, അവരുടെ ഏജിനനുസരിച്ചുള്ള വെയിറ്റ് ഇല്ല. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു ധാരണ എന്താ പറയുക, ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് തടി വേണ്ട അല്ലെ, അവരുടെ ആരോഗ്യമല്ല, അവർക്ക് സ്ലിം ബ്യൂട്ടികളായിട്ട് നടക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. പക്ഷെ അവർക്ക് എത്രത്തോളം അവർക്ക് അവരുടെ ശരീരത്തിൽ പോഷകങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു ധാരണയോ അങ്ങനെ ഒരു കാഴ്ചപ്പാടൊന്നുമല്ല. അവർക്ക് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ ബോഡി ഷേപ്പ് ആക്കുക, അതിനെ കാൽസ്യക്കുറവോ മറ്റെന്ത് നേരിട്ട് തന്നെ ആയാലും വേണ്ടിയില്ല, അവർ ആ രീതിയിൽ ചിന്തിക്കുന്ന തലമുറയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള പോഷന്മാ ദിനങ്ങളൊക്കെ ആചരിച്ചുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ല ആരോഗ്യപരമായ രീതിയിലുള്ളൊരു ശരീരം ഉണ്ടാവണം എന്ന് തന്നെയാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഒരുപാട് നേരം വൈകിട്ടുണ്ട്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നമ്മളിങ്ങനെ വാതോരാതെ പലതിനെ കുറിച്ചും ആയിക്കോട്ടെ, പണ്ടൊക്കെ അങ്ങനെ തന്നെയാണ്. ശരി, ചേമ്പുന്നുണ്ട് അല്ലേ,
മുരിങ്ങയുടെ ഇല. പിന്നെ എന്തൊക്കെയുള്ളത്? ഉള്ളി, ചുരുളി. പൂവ് ഇപ്രാവശ്യം ഭീമനാട്ടിയർക്കൊക്കെ ഞാന് സൂപ്പർ മാർക്കറ്റിൽ വിറ്റിട്ടാണ് അവര് പൂക്കളിട്ടിക്കണം. അപ്പോ നമ്മുടെ പോഷകാഹാരത്തിന്റെ ബോധം എത്രത്തോളാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. നമ്മൾ ഉണ്ടാക്കി നമ്മൾ തന്നെ കുത്തി അരിയാക്കി കഞ്ഞി വെച്ച് കുടിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് റേഷനറി കൊണ്ടുപോയി മാമാരാജിന്റെ മില്ലിൽ കൂടെ കൊണ്ടുപോയി റെഡ് ഓക്സൈഡ് ചേർത്ത് ഉത്തരിയാക്കി കൊണ്ടുവന്ന് നിങ്ങൾ കഞ്ഞി കുടിക്കുന്ന കാലഘട്ടത്തിലാണ് ഇതിപ്പോ ഉള്ളത്. അപ്പോ നമ്മുടെ ഒരു കുട്ടി ഋതുമതിയാകുന്ന കാലം തൊട്ടേ അംഗൻവാടിയുടെ ശ്രദ്ധയിലാണ് അല്ലെ. അവിടെ നിന്ന് ഇങ്ങോട്ട് അവർക്ക് പോഷകാഹാരങ്ങളൊക്കെ കൊടുത്ത് അവരുടെ കല്യാണം കഴിഞ്ഞ് അവര് ഗർഭിണിയാവുന്നതും ആ കുട്ടിയുടെ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യം ഒക്കെ ICDSന്റെ കയ്യിലാണ്. ഇപ്പോൾ അങ്ങനെ തന്നെയല്ലേ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഋതുമതിയാകുന്നതടക്കം കുറച്ച് നേരത്തെ ആയിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഏകദേശം ഒരു 5-6 മാസം കൊണ്ട് പൂർണ്ണ വളർച്ച എത്തുന്ന, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് പൂർണ്ണ വളർച്ച എത്തുന്ന ഒരു കോഴിയെ 35 ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തി 2-3 കിലോ ആക്കി ഹോർമോൺ കുത്തിവെച്ച് ആ ആഹാരം നമ്മുടെ ടേബിളിലെത്തി നമ്മളത് കഴിക്കുന്നു, നമ്മുടെ കുട്ടികൾക്കും കൊടുക്കുന്നു. അപ്പൊ എന്താവും? അതുപോലെയാണ് മറ്റുള്ള കാര്യങ്ങളുടെ ശരീരത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഗൾഫിലൊക്കെ കുട്ടികൾ കാണിക്കുന്ന അതേ ചേഷ്ടകളും വികൃതികളും കുട്ടികൾ കാണിച്ചു തുടങ്ങുന്നത് സോഷ്യൽ മീഡിയ എന്നല്ല, അത് ശരീരത്തിന്റെ ആവശ്യകതകളാണ് അവർ കാണിക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യക്രമങ്ങൾ. പിന്നെ തട്ടുകട. ഞാനൊരു ഹോട്ടലുകാരനായതുകൊണ്ട് ഇവർ പറയുമ്പോൾ എനിക്ക് ചെറിയ ശുണ്ഠിയൊക്കെ ഉണ്ടാവും, അതെന്റെ കച്ചവടത്തെ ബാധിക്കുന്നതാണെന്നുണ്ടാവും. ഞാൻ പറയാം, ഞാൻ ആ സാധനങ്ങളൊന്നും ഉപയോഗിക്കാത്ത ആളാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ നമ്മള് കുറച്ച് കളറ് ചേർക്കാത്ത ഭക്ഷണമോ അതല്ലെങ്കിൽ അജിനാമോട്ടോ ചേർക്കാത്ത ഫുഡോ ലഭിച്ചാൽ ആ ഹോട്ടലിനെ, ആ തട്ടുകടയെ പിന്നെ നമ്മൾ ആശ്രയിക്കില്ല. അപ്പൊ അവന്റെ കച്ചവടം കുറയും. അവൻ അന്വേഷിക്കും, എങ്ങനെയാണ് മറ്റേ കടയിൽ നല്ല തിരക്കുണ്ട്, എന്റെ ഭക്ഷണത്തിന് എന്തുകൊണ്ടാണ് ആളെ കിട്ടാത്തത്. അപ്പൊ അയാൾ എന്ത് ചെയ്യും? അജിനാമോട്ടോ വാങ്ങിയിടും. നമ്മൾ തന്നെയാണ് അതിന് കാരണക്കാര്. നിങ്ങൾ ആരെങ്കിലും കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടോ കളറുള്ള ചിക്കൻ ചില്ലി വാങ്ങണ്ടെന്ന്, അതല്ലെങ്കിൽ മന്തി കഴിക്കണ്ടെന്ന് നിങ്ങൾ പറയോ? നിങ്ങൾ രുചിക്ക് പ്രധാനം കൊടുക്കും. എന്നിട്ട് നമ്മളിങ്ങനെ വർഷത്തിലൊരിക്കൽ പോഷമ്മ എന്നൊക്കെ പേരിട്ടിട്ട് നല്ല ചന്തത്തിൽ ഒരു പൂക്കളൊക്കെ ഇട്ടിട്ട് കുറച്ച് ആശംസയും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോകും. ഇപ്പൊ പോകുമ്പോ, ഇവിടെ നിന്ന് പോകുമ്പോ നിങ്ങൾക്ക് ഭക്ഷണം വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ പാർസൽ വാങ്ങി വീട്ടിൽ പോവും, നിങ്ങൾ കുട്ടികൾക്ക് ആ ഭക്ഷണം കൊടുക്കും. എന്നിട്ട് വീണ്ടും അടുത്ത വർഷം ഇതേമാതിരി ഒരു വർഷം ഇങ്ങനെ വാങ്ങി വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ തീരുമാനം എടുക്കണം. ഞങ്ങൾ അങ്ങനത്തെ കഴിക്കില്ല, ഞങ്ങൾ പോഷകാഹാര സമൃദ്ധമായ ഭക്ഷണം ഞങ്ങളെ കുട്ടികൾക്ക് കൊടുക്കുന്നു, ഇല്ലേ? അല്ല, ഹോട്ടലിൽ നിർത്തിയല്ല. ഹോട്ടലിൽ നിർത്തുക എന്നുള്ളത് പിന്നെ യാത്രക്കാരുണ്ടാവില്ലേ, അവര് കഴിച്ചോളും. നിർത്തിയിട്ടില്ല. യാത്രക്കാർ മനുഷ്യരാണെന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ നിവൃത്തികളില്ലല്ലോ. നിങ്ങൾക്ക് വീടുകളിൽ ഇത് വെച്ച് കൊടുക്കാനുള്ള സാധ്യത. ഞാൻ ഇന്നലെ 1 കിലോ ഇറച്ചിയായിട്ട് എൻ്റെ വീട്ടിൽ പോയപ്പോ എൻ്റെ ഭാര്യ പറഞ്ഞു, എനിക്ക് തലവേദനിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞാൽ അവളൊരു ബെഡിൽ പോയി അവിടെ കിടന്നോ. അവൾക്കറിയാം ഇത് ഞാൻ എന്തായാലും വെച്ച് ഇന്ന് എൻ്റെ മൂത്ത മകള് വന്നിട്ടുണ്ട്, അവൾക്ക് കൊടുക്കും എന്നുള്ളത്. ഞാനത് വെച്ചു. അതുപോലെ നമുക്കൊരു താല്പര്യം വേണ്ടേ? ആ താല്പര്യം നമുക്കില്ല. എന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ വന്നിട്ട് പറയണം. ഇപ്പൊ പ്രസിഡന്റിന്റെ ഹോട്ടലിൽ നിന്ന് പാർസൽ വാങ്ങി കഴിക്കുന്ന ആളാണ്. അതാ നമ്മളെ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്റെ ഹോട്ടലിൽ നിന്ന് പാർസൽ വാങ്ങി കഴിക്കുന്ന ആളാണ്. എന്നിട്ട് ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോ ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കും. ഞാൻ എന്റെ ലാഭത്തിനെ കുറിച്ചല്ല സംസാരിക്കേണ്ടത്. ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾ എന്ത് നടപടിയാണ് ഇതെടുക്കേണ്ടത്. എന്റെ കുട്ടിക്കാലത്ത് 3 വയസ്സ് മുതൽ ഞാൻ അംഗൻവാടിയിൽ പോയത് വയറ് നിറച്ച് അമേരിക്ക പുറന്തള്ളുന്ന ഗോതമ്പിന്റെ പൊടി വരങ്ങിയ പുഴുവുള്ള ആ ഉപ്പുമാവ് ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അന്ന് ഞാൻ പഠിച്ചു വലിയ ആളാവണമെന്ന് കരുതി പോയതല്ല, വിശപ്പിന്റെ വിളി അറിഞ്ഞു പോയതാ. അത് പോഷകാഹാരം അവിടെ കിട്ടും, ഒരാഴ്ചയിൽ 1 ഗ്ലാസ് പാല് കിട്ടും, ഒരു കോഴിമുട്ട ലഭിക്കും എന്നുള്ളത് കൊണ്ട് മാത്രം അംഗൻവാടി പോയ
ഒരാളാണ് ഞാനെന്ന് എനിക്ക് പറയുന്ന ഒരു മടിയില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വീട്ടിൽ സമൃദ്ധമായ ഭക്ഷണമുണ്ട്, കുട്ടികൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്. എന്നിട്ട് കുട്ടികൾ അംഗൻവാടിയിൽ വരുമ്പോൾ അവർക്ക് നമ്മൾ എന്തുകൊണ്ട് ഈ പോഷകാഹാരങ്ങൾ എന്തൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് അവരുടെ അമ്മമാർക്കും കുടുംബത്തിനും നമ്മൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആ വഴിക്ക് പോകണം. ഞാൻ ദിവസവും രാത്രി മുരിങ്ങയുടെ ഇലയും ചോറും കഴിക്കുന്ന ആളാണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. അത് ഞാൻ തന്നെ പാകം ചെയ്തിട്ട് തന്നെ കഴിക്കല്, ഭാര്യനോട് ഉണ്ടാക്കി തരാനൊന്നും പറയാറില്ല. ഞാൻ സ്വന്തമായിട്ട് ചായ ഇട്ട് കുടിക്കുന്ന ആളാണ്, സമയമല്ല പറഞ്ഞാൽ കഴിക്കുന്ന ആളാണ്. അങ്ങനെ എത്ര പേർക്ക് പറയാൻ കഴിയും? ഞാൻ ഹോട്ടൽ ബിസിനസ് നടത്തുന്നതുകൊണ്ടാണ് പറയുവര്. അല്ല, ഇവിടെ വൈസ് പ്രസിഡന്റ് ഇരിക്കുന്നുണ്ട്, എന്റെ ദിനചര്യകൾ ദിവസവും നോക്കിക്കാണുന്ന ആളാണ്. ഞാൻ ചിലപ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ടാവും, അതല്ലെങ്കിൽ രാവിലെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളൊക്കെ അത് ചില ഒരു വിഭാഗത്തിനെ ഏൽപ്പിച്ച് അവരുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് അവർക്ക് നേരെ അല്ലെങ്കിൽ നേരെ പാർസൽ വാങ്ങി കൊടുക്കാൻ പഠിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയത്. ഈ ചിക്കന്റെ വല്ലാത്തൊരു തള്ളിക്കയറ്റം നമ്മുടെ ഭക്ഷണത്തിലുണ്ട്. അത് എത്രത്തോളം വിഷാംശമുള്ളതാണെന്ന് മനസ്സിലാക്കി അതിനൊക്കെ ഒന്ന് പോയി ഈ ചേമ്പിന്റെ തണ്ട് ഇവിടെ കൊണ്ടുവന്ന് മിസ്യൂസ് ചെയ്യാതെ അതൊക്കെ ഒന്ന് കലത്തിലിട്ട് വേവിച്ച് കൊടുക്കാൻ നിങ്ങൾ പഠിക്കണം. അത് നിങ്ങൾ ഒരു ദിവസം അംഗൻവാടിയുടെ ഭക്ഷണത്തിൽ ഉച്ചയ്ക്ക് ചോറിന് നിങ്ങൾ ഏതെങ്കിലും അംഗൻവാടിയിൽ വിളമ്പിയിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ണിപ്പിണ്ടി വിളമ്പിയിട്ടുണ്ടോ? അതൊക്കെ വിളമ്പി കൊടുക്കുക അവിടെ. അപ്പോഴാണ് ഇതൊക്കെ പ്രാവർത്തികമാകുള്ളൂ. കൂടുതലൊന്നും പറയില്ല. എന്തായാലും തമിഴിനും കൂടി ഒരു ആശംസ പറയുകയാണ്. കാരണം എന്താ വെച്ചാല് അദ്ദേഹത്തിന്റെ ഭക്ഷണം കൊണ്ടാണ് നമ്മളിവിടെ പൂക്കളം ഉണ്ടാക്കിയിട്ടുള്ളത്. വെണ്ടക്ക ഉണ്ടാക്കിയവർക്ക് പ്രത്യേക അഭിനന്ദനം ഉണ്ട്. അപ്പോ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. പല സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ പുതിയ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇത് എന്താ പറയാ, പോഷകാഹാരങ്ങളുടെ പ്രാധാന്യം. അപ്പൊ എല്ലാവിധ ആശംസകളും. നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ അംഗനവാടി ജീവനക്കാർക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ആ പ്രവർത്തനത്തിന്റെ മികവ് എല്ലാവരിലും, അമ്മമാരിലും കുട്ടികളിലും എത്താനും കൂടി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഒരു മാസം വരെ ആചരിക്കേണ്ട പോഷകാഹാരങ്ങളെ പറ്റിയിട്ട് എല്ലാവർക്കും ബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള രാജ്യം മൊത്തം ആചരിക്കുന്ന ഈ ഒരു പരിപാടി, നമ്മളെ ഈ യോഗ പരിപാടിയിൽ തന്നെ ഒരുപാട് ചർച്ചകൾ, ഒരുപാട് തമാശകൾ, എല്ലാ യാഥാർത്ഥ്യമാണ് നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ചിരിക്കുന്നു, കാരണം അതെല്ലാം സത്യം തന്നെയായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ വരും തലമുറയ്ക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഭക്ഷണത്തെ പറ്റിയിട്ട്. നമ്മളൊരു ജീവിയാണല്ലേ, മനുഷ്യനാണെങ്കിൽ പോലും നമ്മൾ ഈ ലോകത്തിൽ ജീവിയാണ്. മറ്റ് ജീവികളൊക്കെ ജീവിക്കാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു കൾച്ചറിലേക്ക് മാറിയിരിക്കും. മറ്റ് ജീവികളൊക്കെ പ്രത്യുൽപാദനം നടത്തുന്നത്, സെക്സ് നടത്തുന്നത് പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ തമാശയ്ക്കും ഒരു രസത്തിനൊക്കെ വേണ്ടിയിട്ടാണ് സെക്സ് എടുക്കുക. അപ്പൊ മനുഷ്യൻ വ്യത്യസ്തനാണ്. അപ്പൊ മനുഷ്യന് മറ്റ് ജീവികളെ പോലെ തന്നെ മണം പിടിക്കാനുള്ള കഴിവുണ്ട്, രുചി അറിയാനുള്ള കഴിവുണ്ട്. അത് നമുക്ക് ജന്മനാ കിട്ടിയിട്ടുള്ളത് ഓരോ ഭക്ഷണം ഭക്ഷ്യയോഗ്യമാണോ എന്നുള്ള മണത്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കാനൊക്കെയാണ്. രുചി വന്നിട്ടുള്ളതൊക്കെ അതിനാണ്. പക്ഷെ അത് നമുക്കിപ്പോൾ ഭാരമായിട്ട് വന്നിട്ടാണ്. നമ്മൾ രുചിയുടെ പുറകിലും മണത്തിന്റെ പുറകിലാണ് ഇപ്പോൾ ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റു ജീവികളൊക്കെ മണത്ത് നോക്കിയിട്ട് അവർക്ക് വേണ്ടാത്ത ഭക്ഷണമാണെങ്കിൽ അവർ ഒഴിവാക്കും, ആവശ്യത്തിനേ കഴിക്കുള്ളൂ. നമ്മൾ രുചി കൂട്ടാനുള്ള മാർഗങ്ങൾ, കൃത്രിമമായിട്ടുള്ള സാധനങ്ങൾ ചേർക്കുന്നു, മണം കൂട്ടാനുള്ള സാധനങ്ങൾ ചേർക്കുന്നു. ഇപ്പൊ ഷവർമയൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്. അത് ചൂടാകുമ്പോൾ തന്നെ അതിന് മണം വരുമ്പോൾ തന്നെ നമ്മളെ വായില് അല്ലെ, നമ്മുടെ ദഹനത്തിനൊക്കെ നമ്മളെ പ്രത്യേകത, നമ്മളെ സൃഷ്ടിച്ചത് തന്നെ അങ്ങനെയാണ്. മണം, രുചിയൊക്കെ, മണമൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മളെ ദഹനത്തെ സഹായിക്കുന്ന സ്രവങ്ങൾ ഉത്പാദിപ്പിക്കും, നമുക്ക് വിശപ്പ് തോന്നും. അപ്പൊ അതുപോലുള്ള മണങ്ങളൊക്കെ ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും. അപ്പൊ അതേപോലെയുള്ള കൃത്രിമമായിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ നമ്മൾ അഡിക്റ്റ് ആയി. ഇപ്പൊ നമ്മള് ഹോട്ടലുകളിലൊക്കെ കിട്ടുന്നൊക്കെ അറേബ്യൻ ഫുഡുകളാണ്. നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടം അറേബ്യൻ ഫുഡുകളാണ്. ഓരോരോ നാട്ടിലും അതിന്റെ ചുറ്റുഭാഗത്ത് ഉണ്ടാവുന്ന ഫലങ്ങളും ധാന്യങ്ങളും ഒക്കെ ആ പ്രദേശത്ത് ജീവിക്കുന്ന ജീവികൾക്ക് അതിന്റെ ആരോഗ്യത്തിന് പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇപ്പോൾ വിദേശത്തുള്ള, ഇപ്പൊ ചൈനയിലുള്ള ഒരു സാധനം അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഒരു സാധനം ഇവിടെ കൊടുന്ന് നമ്മൾ കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്.
അതേപോലെ തന്നെ ഓരോ ജീവികൾക്ക് അതാത് പ്രദേശത്തുള്ളത് കഴിക്കുന്നതാണ് നല്ലത്. അപ്പൊ എന്തായാലും നമ്മൾ കൾച്ചറൊക്കെ മാറി മാറി നമ്മൾ രുചി, കളറ്, ഇപ്പൊ ഇവിടെ തന്നെ പറഞ്ഞു, കളറ് ചേർക്കാത്ത ഭക്ഷണം ഒരു ഹോട്ടലിൽ കൊടുത്തു കഴിഞ്ഞാൽ, കളർ ചേർത്ത ഭക്ഷണം മറ്റേ ഹോട്ടലിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേ പോകുള്ളൂ. ഒരു വർഷം മുമ്പ് ബേക്കറി ഉടമകളെല്ലാം കൂടി തീരുമാനം എടുത്തു, ഞങ്ങൾ ലഡുവിൽ കളർ ഇറക്കൂല. എന്നിട്ട് വെളുത്ത ലഡു ഒരു 2-3 ആഴ്ചയൊക്കെ വന്നു. പക്ഷെ വെളുത്ത ലഡു ആർക്കും വേണ്ട. നമ്മുടെ തലച്ചോറിൽ കിടക്കുന്ന ലഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ കളറിലുള്ള ഒരു സാധനമാണെന്നും ആ മഞ്ഞ കളറിലെ ലഡു തിന്നാലേ നമുക്ക് ലഡു തിന്നായിട്ട് തോന്നുള്ളൂ. അപ്പോൾ കളർ നമ്മുടെ ജീവിതത്തിന്റെ തലച്ചോറിന്റെ ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഓരോ ഭക്ഷണത്തിനും നമുക്ക് ഇന്നെ വേണമെന്നുള്ളൊരു തോന്നൽ നമുക്ക് വന്നു. ആ രീതിയിൽ ആയെങ്കിൽ മാത്രമേ നമുക്ക് അത് തിന്നാലൊരു തൃപ്തി വരുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ കേരളം വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞു. എല്ലാത്തിനും ഫസ്റ്റ് നേടി നമ്മൾ അവസാനം ലോകത്തിന്റെ ഹൃദ്രോഗത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ള നാട് കേരളം എന്നുള്ളൊരു ഫസ്റ്റ് നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞു. അതേപോലെ തന്നെ പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതലുള്ള നാട് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ തലസ്ഥാനം, ലോകത്തിന്റെ തലസ്ഥാനം തന്നെ കേരളമാണ്. അങ്ങനെ പല ജീവിതശൈലി രോഗത്തിന്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഭക്ഷണ രീതിയും പോഷകത്തെ പറ്റിയിട്ടുള്ള പ്രാധാന്യവും നമ്മൾ വരും തലമുറകൾക്കെങ്കിലും നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ ഇനിയുള്ള തലമുറകൾ നമ്മളെക്കാളും മോശമായിട്ടുള്ള, അല്ലെ, ഇവിടെ ആശുപത്രി ഹോട്ടൽ എടുത്തെടുത്തിരിക്കുന്ന പോലെ തന്നെ അതുപോലെ ആശുപത്രിക്കാരും ഹോട്ടലുകാരും ഒക്കെ നമ്മളെ ഒരു ഭാഗത്തേക്ക് എത്തിക്കും. അപ്പൊ എന്തായാലും മെമ്പർ പറഞ്ഞപ്പോൾ പച്ചക്കറി തമിഴന്റെ പകുതിയും നമ്മളെ പകുതിയുണ്ട്. ഭാഗ്യത്തിന് പകുതിയെങ്കിലും നമ്മളതിലുണ്ട്. കുറച്ച് കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പകുതി ഇടാനും കൂടി നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നാണ്യവിളകൾക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് കൃഷിയൊക്കെ പോയി അവസാനം റബ്ബറിലേക്ക്, ഏറ്റവും വരുമാനമുള്ള മാർഗങ്ങളിലേക്ക് എല്ലാവരും മാറി. നമ്മൾ പിന്നെ അതേപോലെ തന്നെ തലച്ചോറ് വിറ്റ് ജീവിക്കുന്ന ആൾക്കാരായി മാറി. നമ്മൾ തലയെ കൊണ്ടാണ് പണിയെടുക്കുന്നത്. നമ്മൾ തലച്ചോറ് വിറ്റ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു, ഇവിടെ നിന്ന് ജോലി ചെയ്യുന്ന അവിടുന്ന് പണം അങ്ങോട്ട് വരുത്തുന്നു, വിദേശ ടൂറിസത്തിന് പ്രാധാന്യം നൽകുന്നു. അങ്ങനെ കൃഷി നമുക്ക് സത്യം പറഞ്ഞാൽ പോയി. മലയാളികളുടെ വീടുകൾ നമുക്കറിയാം. ഒരു വീടിന്റെ കയ്യിലെ ചുറ്റും നമ്മൾ മതിൽ കെട്ടും, കട്ട പതിക്കും, വേറെ ആൾക്ക് പറ്റാത്ത രീതിയിൽ ആക്കും. തമിഴന്മാരെ വീടുകൾ കണ്ടാൽ നമുക്കറിയാം, ഒരാളെ വീടുന്ന അടുത്ത ചുമര് വരും, അടുത്ത ചുമര്, അവരെ കൃഷിയിടങ്ങളൊക്കെ ഒന്നായിട്ട് ഒന്നിച്ച് കിടക്കുകയാണ്. അപ്പൊ കേരളത്തില് ജനസാന്ദ്രത കൂടുതൽ, അതേപോലെ തന്നെ വീടുകൾ ഈ രീതിയിലുള്ള കൾച്ചർ ഒക്കെ കൃഷിഭൂമി ഇല്ലാണ്ടായി. പിന്നെ ഈ നെൽകൃഷി പോലുള്ള കൃഷികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് സ്വന്തം വിചാരിച്ച പോലെ പാടങ്ങൾ വെള്ളമൊക്കെ അങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് നടത്താൻ കഴിയുള്ളൂ. അപ്പൊ ആരാണത് കുറ്റക്കാരെന്ന് വെച്ചാൽ നമ്മളെല്ലാം കുറ്റക്കാരാണ്. ആരെങ്കിലും ഒരാളാണെന്ന് വെച്ചാൽ അല്ല. അപ്പൊ എന്തായാലും നമുക്ക് പോഷകത്തെ പറ്റിയിട്ട് നമുക്ക് ഇനി പൊതുവെ അതിന്റെ സയന്റിഫിക് വശങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പോഷകം ജീവന് വേണ്ടി നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളാണ് പോഷക ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ അളവിൽ വേണ്ട പോഷകങ്ങൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അത് പ്രോട്ടീന്, ഫാറ്റ്, അന്നജം, ഈ 3 കൂടുതൽ അളവിൽ വേണ്ടത്. മറ്റ് മൈക്രോ ന്യൂട്രിയൻസ് കുറേ ഉണ്ട്. വൈറ്റാമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ട്രേസ് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയ പദാർത്ഥങ്ങളാണ്. ഈ പയർവർഗ്ഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളതാണ്. ഇറച്ചി, മുട്ട, ഇതിലൊക്കെ പ്രോട്ടീൻ ഏറ്റവും കൂടുതലുള്ളതാണ്. അത് വളർന്ന പ്രായത്തിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ വേണ്ടത്. ഓരോ പ്രായത്തിലും വേണ്ടത് വ്യത്യസ്ത അളവിലുള്ള പോഷകഘടകങ്ങളാണ് വേണ്ടത്, ഓരോരുത്തർക്കും വേണ്ടത്. നമ്മൾ പക്ഷേ ഒരു വീട്ടിൽ കഴിക്കുമ്പോൾ വേറെ വേറെ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാകും. ഹൃദ്രോഗികളും ഒരേ ഭക്ഷണം കഴിക്കും, പ്രമേഹ രോഗികളും അതേ ഭക്ഷണം കഴിക്കും, കുട്ടികൾക്കും അതന്നെ കഴിക്കും. അങ്ങനെ ആകുമ്പോൾ തെറ്റായ ന്യൂട്രീഷനിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. കേരളത്തിൽ മാക്സിൻ പർദ്ദയൊന്നുമില്ലെങ്കിൽ നമ്മൾ പലരുടെയും ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തുകൂടി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള മനുഷ്യന്റെ രൂപമൊന്നുമില്ലാത്ത രീതിയിലാണ് പലരും ഈ കൊഴുപ്പടിഞ്ഞിട്ട് നമ്മുടെ ഷേപ്പ് തന്നെ മാറിപ്പോയ അവസ്ഥയിലാണ് നമ്മൾക്കുള്ളത്. അപ്പൊ എന്തായാലും കൊഴുപ്പിന്റെ അമിതമായ ഉപയോഗം, തെറ്റായ ഉപയോഗം, മിതമായ ഉപയോഗം കൊണ്ട് നമുക്ക് ഹൃദ്രോഗത്തിൽ 1-ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അതേപോലെ പ്രമേഹത്തിൽ 1-ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ആളുടെ തടിയല്ല ആരോഗ്യം എന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാവണം. നമ്മുടെ വീട്ടിൽ 1-2 കുട്ടികളുണ്ടെങ്കിൽ തടിയുള്ള കുട്ടികളാണ് ആരോഗ്യം എന്നുള്ളത് നമ്മൾ തെറ്റായ ചിന്താഗതിയിലാണ്. ആ കുട്ടീനെ പോലെ തടി കൂട്ടാനാണ് നോക്കുന്നത്. പക്ഷെ ആ തടിയുള്ള കുട്ടിക്ക് ചിലപ്പോൾ ഇങ്ങനെ കണ്ണൊന്ന് താത്തി നോക്കുകയാണെങ്കിൽ വിളർച്ച ഉണ്ടാവാം, എല്ലിന് ബലക്കുറവുണ്ടാവാം, അങ്ങനെ പല ന്യൂട്രിയൻസും ആ കുട്ടിക്ക് ഉണ്ടാവാത്ത സ്ഥിതി ഉണ്ടാവാം. തടി മാത്രമേ ഉണ്ടാവുള്ളൂ, കൊഴുപ്പ് മാത്രമേ ആ കുട്ടിക്ക് ശരീരത്തിൽ ഉണ്ടാവുള്ളൂ. ബ്ലോക്ക് പ്രസിഡന്റ് ചെയ്യുന്നുണ്ട്. വളരെ സർപ്രൈസ് ആയിട്ട്
നിങ്ങളിൽ ഒരാളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഈ നമ്മുടെ പരിപാടിക്ക് വന്നിട്ടുണ്ട്. 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനിയായ നമ്മുടെ പ്രസിഡന്റ് ജസീന അക്കര, അതേപോലെ തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീന മുത്തനിലെ, സിഡിസിൻ്റെ ചെയർപേഴ്സൺ ദീപ ഷിൻഡു, പ്രിയപ്പെട്ട വാർഡ് മെമ്പർ, ക്ഷേമകാര്യം, നമ്മുടെ അങ്കണവാടിയെക്കുറിച്ചും ഒക്കെ വളരെ നന്നായി ബോധ്യമുള്ള പ്രിയപ്പെട്ട പറയിൽ മുഹമ്മദ് അലി അങ്കൾ, അതേപോലെ സിഡിസിൻ്റെ സൂപ്പർവൈസർ, പ്രിയപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, വാർഡിൻ്റെ മെമ്പർമാരായ പ്രിയപ്പെട്ട വിനീത, പ്രിയപ്പെട്ട അബൂബക്കർ, അതേപോലെ നമ്മുടെ വിനോദ് സാർ ഉൾപ്പെടെ ഉള്ള അതിലെല്ലാം ഉപരി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെല്ലാം ഇവിടെയുണ്ട്. നിങ്ങൾ തീർത്ത മനോഹരമായ പോഷൻ പൂക്കളം കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ അലനല്ലൂർ ഭാഗത്തേക്ക് പോവുമായിരുന്നു. അപ്പോൾ ഇന്നലെ എൻ്റെ കൂട്ടുകാരികൾ അവിടെ ബ്ലോക്കിൽ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏതായാലും ഒന്നിവിടെ പങ്കെടുക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഇങ്ങനെ പൂക്കളം ഒക്കെ ഇടാനൊക്കെ ചേമ്പും തണ്ടും ചീരത്തണ്ടും ഒക്കെ കൊണ്ടുവന്നിരുന്ന കുറച്ച് 2 കൊല്ലം മുമ്പേ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇവർ ചെയ്യുമ്പോൾ അവരുടെ ഒപ്പം അതിൽ ഒന്ന് പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ അവർക്കതൊരു എനർജറ്റിക് ആയിട്ട് തോന്നും. അതിന് വേണ്ടിയിട്ടാണ് വന്നത്. എന്തായാലും നിങ്ങളുടെ പഞ്ചായത്ത് വളരെ നന്നായിട്ട് നിങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും കുറച്ച് കുറവുണ്ടെങ്കിൽ അത് കൂടുതൽ അവരോട് കാണിക്കണം എന്നാണ് പഞ്ചായത്തിനോട് പറയാനുള്ളത്. കാരണം കാലാകാലങ്ങളായിട്ട് പഞ്ചായത്തിനെ ആശ്രയിക്കുന്ന ആളുകളാണ് അങ്കണവാടിക്കാർ. അവർക്ക് എന്ത് പറഞ്ഞാലും കോട്ടപ്പാടം പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ വീടിനേക്കാളും അവരുടെ കുടുംബാംഗങ്ങളെക്കാട്ടിലും ഈ ഭരണസമിതി അവർക്ക് അഭിമാനമാണ് എല്ലാ കാലങ്ങളിലും. ഞാനും അങ്ങനെ ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ എന്ത് പണി പറഞ്ഞാലും അവർ കേൾക്കുമ്പോൾ നമ്മുടെ ഈ കാര്യങ്ങൾ കാര്യമായിട്ട് ഇതിൽ ഏറ്റവും നന്നായിട്ട് അറിയുന്ന എനിക്ക് തോന്നുന്നു ഭരണസമിതിയിൽ നമ്മുടെ ക്ഷേമകാര്യ ചെയർമാൻ മാത്രമേ അതിന് കാര്യമായിട്ട് ഒരു ശ്രദ്ധ ചെലുത്താറുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പോരാ, എല്ലാവരും എല്ലാ ഭരണസമിതി അംഗങ്ങളും അവരുടെ കാര്യത്തിൽ വളരെ നന്നായി ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന അങ്കണവാടി ആശാ വർക്കർമാരായാലും എല്ലാവരും ഇപ്പോൾ കുറച്ച് കാലങ്ങളെ ആയിട്ട് വന്നിട്ടുള്ളൂ. പണ്ട് മുതൽക്കേ അങ്കണവാടി എന്നുള്ളത് ആണ് നമുക്ക് കുത്തിവയ്പ്പായാലും നമ്മുടെ പ്ലാസ്റ്റിക് പെറുക്കലായാലും നമ്മുടെ എന്തൊരു കാര്യമായാലും ഓടയിൽ നിന്ന് വെള്ളം പോകുന്നത് തടയാനായാലും കൂടി അങ്കണവാടിക്കാരുടെ ആ ഒരു സപ്പോർട്ട്, ആ ഒരു പങ്കാളിത്തം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഉണ്ടായിട്ടുണ്ട്. നിർമ്മൽ പുരസ്കാരം കിട്ടാൻ വേണ്ടി ഏറ്റവും അധികം പണിയെടുത്ത ആളുകളാണ് ഈ ഇരിക്കുന്ന അംഗൻവാടിക്കാർ എന്ന് കൂടി പറയുമ്പോൾ ഞാനും അതിലൊരാളായിരുന്നു. കാരണം ഈ കോട്ടപ്പാടത്തിൻ്റെ എല്ലാ ഭാഗത്തു കൂടിയും പ്ലാസ്റ്റിക് ഒക്കെ പെറുക്കി നടക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു കടലാസ് കണ്ടാൽ അത് പെറുക്കി ഒരു ബാഗിലിട്ട് അത് വേണ്ട സ്ഥലത്ത് നിക്ഷേപിക്കാനും ഒക്കെ ഇവരോടൊപ്പം ഞാനും പണിയെടുത്തിരുന്നു. അങ്ങനെയുള്ള ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് വളരെ നന്നായിട്ട് അവരോട് കൂടെ ഉണ്ടാവണം. ഒപ്പം തന്നെ നിങ്ങളോടും പറയാനുള്ളത്, പഞ്ചായത്താണ്, ഭരണസമിതിയാണ്, നമ്മളെ രക്ഷിക്കുന്ന രക്ഷിതാക്കളാണ്, രക്ഷാധികാരികളാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കും ഉണ്ടാവണം. പഞ്ചായത്തിലെ പ്രസിഡന്റ് അടങ്ങുന്ന ഭരണസമിതി പറയുന്ന കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യാനുള്ള ബാധ്യത നിങ്ങൾക്കും ഉണ്ട്. അതിൽ ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആ സ്ഥലത്ത് വരുമ്പോൾ എന്തെങ്കിലും നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ അങ്കണവാടിയിൽ വരുമ്പോൾ അവരെന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് വാർഡ് മെമ്പർമാർ വരുമ്പോൾ ഒരു ആള് ചെയ്താൽ മതി, അത് ബാക്കി 39 ആളെയും ബാധിക്കും. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പരസ്പരം നമ്മുടെ ഭരണസമിതിയോടൊപ്പം നിൽക്കാൻ നമ്മുടെ അംഗനവാടിക്കാർക്ക് കഴിയണം. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഒന്നും ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടി തിരുത്താൻ ശോഭ ടീച്ചറെ പോലെയുള്ള ആളുകളും ലീഡർ സൈനബ ഉണ്ട് അവിടെ, സൈനബ ടീച്ചർ, അങ്ങനെ എല്ലാവരും 40 ആളും എല്ലാ കട്ട സപ്പോർട്ടാണ് പഞ്ചായത്തിനുള്ളത്. അപ്പം അത് ഇനി കൂടുതൽ ഉണ്ടാവണം. കാരണം നിങ്ങൾ ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ഇവർക്ക് ഭരിക്കാൻ വളരെ സൗകര്യമാണ്. കാരണം ഏരിയ ഫുള്ളും ഏരിയയുടെ പൾസ് അറിയുന്ന ആളുകളാണ് നിങ്ങൾ. ഒരു കുട്ടിയെ കുറിച്ചായാലും ഒരു വയസ്സായ ആളുകൾ, ജീവനുള്ള ആളുകൾ വരെ ഒരു ഏരിയയിലത്തെ ആളുകൾ, 1000 പോപ്പുലേഷൻ ഒക്കെ വരുന്ന ആ ഒരു ഏരിയ
ഫുള്ളും അറിയുന്ന ആളുകളാണ് നിങ്ങൾ. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഒരു വീടിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ വീട്ടിൽ എത്ര ആളുകളുണ്ട്, ആണ് പെണ്ണ് എത്ര ആളുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും. അങ്ങനെയുള്ള നിങ്ങൾ ഭരണസമിതിയെ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ ഇവരോടൊപ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോൾ നമുക്ക് നല്ല ഒരു അങ്കണവാടി തലത്തിലുള്ള ICDSനെ സൂപ്പർവൈസർക്കും തന്നെ വളരെ നല്ല സുതാര്യമായി ഭരണം നടത്തുവാൻ കൂടി സാധിക്കും. അപ്പോൾ അതിന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. നല്ല പൂക്കളം, ഇതിൽ പച്ചക്കറി കൊണ്ടുള്ള പൂക്കളം പ്രസിഡന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. അതെ, ഇന്നലെ ബ്ലോക്ക് തലത്തിൽ പരിപാടി നടത്തി. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം, പ്രസിഡന്റിനും ഇവർക്കൊക്കെ പ്രത്യേകിച്ചും ക്ഷേമകാര്യത്തിനും അറിയാം, ബ്ലോക്ക് പഞ്ചായത്തിൽ എന്ത് പരിപാടി നടത്തുമ്പോഴും അത് ICDSന്റെ പരിപാടി വെട്ടിത്തിളങ്ങാൻ കാരണം എന്താണെന്നൊക്കെ ഇവർക്ക് വളരെ നന്നായിട്ട് അറിയാം. ഞാൻ ഇവരോട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നലെ അവിടെ പരിപാടി നടത്തി. ഫസ്റ്റ് കിട്ടിയത് കോട്ടപ്പാടത്തിനാണ്. കോട്ടപ്പാടത്തെ പ്രിയപ്പെട്ട സൈനബ എന്ന മുത്ത്, സൈനബ മുത്തിനൊരു കയ്യടി കൊടുക്കാം നമ്മളെല്ലാവരും. ലീഡറും കൂടിയാണ് സൈനബ. അപ്പോൾ കോട്ടപ്പാടം എന്നും അഭിമാനം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് പ്രസിഡന്റ്. കോട്ടപ്പാടത്തിൻ്റെ എല്ലാ ഇതും മണ്ണാർക്കാട് ബ്ലോക്കിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലും വെച്ച് കോട്ടപ്പാടം മുന്നോട്ട് വരുമ്പോൾ എനിക്കും അവിടെ, പക്ഷെ എനിക്ക് അവിടെ അവരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എല്ലാവരുടെയും കൂടിയുള്ള പ്രസിഡന്റ് ആയതുകൊണ്ട് അങ്ങനെ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാനത് മനസ്സിൽ സൂക്ഷിച്ചു, മയിൽപ്പീലിയായിട്ട് സൂക്ഷിച്ചു. ഇന്നിവിടെ ഒന്ന് പറയാമെന്ന് കരുതി. അപ്പോഴേക്കും നമ്മുടെ സൂപ്പർവൈസർ എന്നെ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു. അതിൽ സൂപ്പർവൈസർക്കും ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. അപ്പം എന്തായാലും നമ്മുടെ ഈ ഇവരുടെ പരിപാടികളൊക്കെ നമ്മുടെ പഞ്ചായത്ത് വളരെ നന്നായി നടത്തുന്നതിൽ നല്ല അഭിമാനം തോന്നുന്നു. ഇനിയും ഒരു കൊല്ലം കഴിഞ്ഞാൽ, ഒരു 1.25 കൊല്ലത്തോളം ഞാൻ അവിടെ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പം ഇങ്ങനെയുള്ള പൂക്കളം ഇടാനും എല്ലാറ്റിനും ഞാനും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുറകിൽ നമ്മളെ കൾച്ചർ മാറിക്കഴിഞ്ഞു. അപ്പോൾ സ്കൂളിൽ കുട്ടികൾ പോയി വന്ന വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് എന്തെങ്കിലും തയ്യാറാക്കുന്ന അമ്മമാരെ കണ്ടതിൽ, അതോ പൊരിച്ചത് വാങ്ങിക്കൊണ്ട് വരുമോ എളുപ്പത്തിന്? നമ്മളെല്ലാവരും പൊരിച്ചതിനെ വാങ്ങിക്കൊണ്ട് വരിക അല്ലേ? ഈ പൊരിച്ചത് കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു വലിയ അപകടങ്ങളൊക്കെ അറിയുന്നത് തന്നെയാവും. നല്ലൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കുമ്പോൾ, ഈ എണ്ണക്കടി ഉണ്ടാക്കുന്ന കടയിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, വലിയൊരു ചീനിച്ചട്ടി, ഒരു മിനിമം 10 ലിറ്ററിന്റെ അടുത്ത് എണ്ണ കൊള്ളുന്ന ഒരു ചീനിച്ചട്ടി ആയിരിക്കും. അതിലാ എണ്ണ ഒരു മാറ്റില്ല, മാറ്റിയാൽ മുതലാവില്ല. നമുക്കറിയാം, ദിവസം എണ്ണ മാറ്റി 10 ലിറ്റർ എണ്ണ വെച്ചിട്ട് 10 രൂപയ്ക്ക് ഈ സാധനം കൊടുത്താൽ മുതലാവില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അപ്പൊ ഈ എണ്ണ തിരിഞ്ഞതിലേക്ക് ഒഴിക്കുകയുള്ളൂ. അപ്പൊ ആ കട തുടങ്ങിയ അന്ന് മുതലുള്ള എണ്ണയുടെ അവശേഷങ്ങൾ അതിലുണ്ടാവും. അപ്പൊ അതില് സ്ഥിരം എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ അതിൽ ഫ്രീ റാഡിക്കൽ ഉണ്ടാവും. ഈ എണ്ണ വിഘടിച്ച് ഫ്രീ റാഡിക്കലായിട്ട് മാറുന്ന പറയുന്നത്. അത് നമ്മൾ ഉടലിലെത്തിയാൽ ക്യാൻസറിന് സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഒരു പഠനം പറയുന്നത്. പഠനമല്ല, അതിന്റെ കണക്കുകളൊക്കെ അങ്ങനെ തന്നെയാണ് ഉള്ളത്. അപ്പൊ നമ്മൾ നല്ലത് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വീട്ടിലെത്തുമ്പോൾ വൈകുന്നേരങ്ങളിൽ പണ്ടത്തെ കാലത്ത് ആൾക്കാർ എന്താണ് കൊടുത്തിരുന്നത്? ചിലപ്പോൾ അവിലും ശർക്കരയും കൂടിയുള്ളതായിരിക്കും അല്ലേ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കിയ ആവിയിൽ പുഴുങ്ങിയ സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ ഈ ബ്ലഡിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ കുറവാണ്. എല്ലാവരും വിളർച്ച എന്നുള്ള അസുഖത്തിന്റെ പക്കത്ത് നിൽക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വിളർച്ച വന്നു കഴിഞ്ഞാൽ അടുത്ത തലമുറയെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ പണ്ടത്തെ കുട്ടികൾക്ക് അനീമിയ ഇല്ലാത്തതിൻ്റെ ഒരു കാരണം ഈ അവിലും ശർക്കരയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അതേപോലെ റാഗി കൂട്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക, ഇതൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള നമ്മുടെ കുട്ടികൾക്ക് പപ്സ്, സമൂസ അല്ലെ ഒക്കെ മൈദയും കൊണ്ടുള്ള, അതിലൊന്നും അയൺ കണ്ടന്റ് ഇല്ലാത്ത സാധനങ്ങളാണ്. ഈ എണ്ണയിലിട്ടിട്ടുള്ള ഈ സാധനങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന കൊഴുപ്പ് മാത്രമാണ്. കൊഴുപ്പ് ശരീരത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് തോന്നും കുട്ടിക്ക് നല്ല തടിയൊക്കെ കാണുമ്പോൾ തോന്നും കുട്ടി വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് തോന്നലുണ്ടാവും. പക്ഷെ ആ കുട്ടി വിളർച്ച എന്നുള്ള അസുഖത്തിന്റെ ഉള്ള കുട്ടിയായിരിക്കാം, അതേപോലെ എല്ലിന് ബലമുള്ള കുട്ടിയായിരിക്കാം, പല്ല് നഷ്ടപ്പെട്ട കുട്ടിയായിരിക്കാം. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഈ ഫാസ്റ്റ് ഫുഡിന്റെ ഉപയോഗം മൂലം ഉണ്ടാകും. അപ്പൊ നമ്മളെ അമ്മമാര് പാചകം ചെയ്യുന്ന പൊതുവെ കേരളത്തിലാണെങ്കിലും എന്തായാലും നമ്മൾ സ്ത്രീകളാണ് നമ്മുടെ നാട്ടിലൊക്കെ. ഭാവിയിൽ പുരുഷന്മാർ ചിലപ്പോൾ വരികയായിരിക്കും. എന്തായാലും ഇപ്പൊ നിലവിലെ സ്ത്രീകളായതുകൊണ്ട് ഓരോ സ്ത്രീക്കും വീട്ടമ്മമാർക്കും ഈ പോഷകത്തെ പറ്റിയിട്ടും ഭക്ഷണത്തെ പറ്റിയിട്ടും ഒരു ബോധം ഉള്ളത് വളരെ നല്ലതാണ്. ഓരോ വീട്ടിലും ഹൃദ്രോഗിയും പ്രമേഹ രോഗിയും ഇല്ലാത്ത ഒരു വീട് പോലും കേരളത്തിലില്ല. 30 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും
60, 65, 70 വയസ്സ് വരെ ജീവിക്കുന്ന ഗുളികന്റെ മുകളിലാണ് അല്ലേ? അപ്പൊ നമ്മളൊക്കെ രോഗികളായി മാറണം 30 വയസ്സിന് ശേഷം. അപ്പൊ ഇനിയുള്ള തലമുറ എങ്കിലും നമുക്ക് രക്ഷിച്ചെടുക്കണമെങ്കിൽ ഇതേപോലെ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ ചെറുതായിട്ട് വരുത്തിക്കൊണ്ടിരണം. അപ്പൊ നമ്മൾ ഇനിയുള്ള കുട്ടികൾക്ക് നമ്മളെ വീട്ടമ്മമാര് ഈ ഭക്ഷണത്തെ പറ്റിയുള്ള ബോധം ഉണ്ടായതിനു ശേഷം പാചക രീതിയിലും ഈ കൃത്രിമമായ കളറുകളും അതേപോലെ ഫ്ലേവറുകളും നമ്മൾ ഉപയോഗിക്കാതെ സ്വാഭാവികമായിട്ടുള്ള പാചക രീതിയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടിയിൽ ഇവിടെ പല രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അമ്മമാര് അംഗൻവാടി ബേസിൽ ഉണ്ടാക്കി. ഈ പരിപാടിക്ക് സജീവമായി പങ്കെടുത്ത് ഈ പല വിഭവങ്ങളിലൂടെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഈ തിരക്കിനിടയിലും ഇതിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നുള്ള എല്ലാ അമ്മമാർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതേപോലെ തന്നെ അംഗൻവാടി വർക്കർമാരിൽ സഹകരിച്ചിട്ട് ഇതിന് മുൻകൈയെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ക്ലാസ് അവസാനിക്കും. പറയാതിരിക്കാൻ കഴിയൂല. പഴമയുടെ രുചി മുതൽ ഇന്നത്തെ കുട്ടികൾക്ക് ഇഷ്ടാവണ മോമോസ്, അതുപോലെ തന്നെ പുഡിങ്, പിന്നെ പാൽഗോവയുടെ ഷേപ്പിലുള്ള പാൽഗോവന്റെ അതേ ടേസ്റ്റ് ഉള്ള അമൃതപ്പൊടി ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധേയമാണ്. വളരെയധികം ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും ടേസ്റ്റ് ഉണ്ട്. ഔഷധ കഞ്ഞി മുതൽ എല്ലാം ഉണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ആവശ്യ പഞ്ചായത്തിന്റെ സെക്രട്ടറി നമ്മുടെ പഞ്ചായത്തിന് ചാർജാണ്. ഇത് രണ്ടുമൊക്കെ കാര്യങ്ങളാണ് ശരിക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാ അംഗനവാടി ടീച്ചർമാരൊക്കെ ഉണ്ട് അവിടെ? എല്ലാവരും ഉണ്ട്. ഓക്കെ ഓക്കെ. ഇത് എത്ര കുട്ടികളാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്? 41 ടീം കൊണ്ടുവന്നിട്ടുണ്ടോ? അത് ശരി. വെറൈറ്റി സംഭവങ്ങളായിരിക്കും. ടേസ്റ്റ് നോക്കിയിട്ടില്ല, പ്രസിഡന്റ് ടേസ്റ്റ് നോക്കിയിട്ടാണ് അതുകൊണ്ട് പറഞ്ഞത്. ഇന്നലെ കാരാക്കുറിശി പഞ്ചായത്തിൽ എത്തിയിരുന്നു. അവിടെ നമ്മൾ എല്ലാ ടേസ്റ്റ് നോക്കിയിട്ടാണ് മറ്റെന്തിനു പറയാ വിലയിരുത്തിയത്. എല്ലാം അവിടെ അമൃതം പൊടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറെ ഉണ്ടത്. ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നു അല്ലേ? അമൃതം പൊടി ഇല്ല ഇതില് ഉണ്ട്. ഓക്കെ. അവിടെ അമൃതം പൊടിയുടെ അവലോസ് പൊടി, ഹലുവ, കേക്ക്, ഇങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. ഇതിലെന്താണെന്ന് അറിയില്ല. ഏതായാലും ഈ പരിപാടി വളരെ നല്ല രീതിയിലാണ് നടത്തിയിരിക്കുന്നത്. ടേബിൾ നിറച്ചും കാണുന്നുണ്ട്. എന്താണെന്ന് പറയാ, ഈ പോഷണമായുമായി ബന്ധപ്പെട്ടിട്ട് ഇതിലെല്ലാം സഹകരിച്ച് ഈ കൊണ്ടുവന്ന എല്ലാ ടീമുകൾക്കും അഭിനന്ദനങ്ങൾ. നല്ല ഫുഡായിരിക്കട്ടെ. പിന്നെ അടുത്ത വർഷം ഇതുപോലെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, എല്ലാവർക്കും ആശംസകൾ കേട്ടോ.